ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇല്ലസ്ട്രേഷൻ 1 തന്നെ പ്രൊഡക്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, അറിയാന്ന് വിചാരിച്ചിട്ട് എല്ലാം പഠിച്ചതിനുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റില്ല. വെയിറ്റ്. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16. ഓക്കെ, ഗുഡ്സ് സോൾഡ് ടു ശ്യാം എന്ന് പറയുന്നത് ശ്യാം അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് 1 October ആണ് ഡ്യൂ ഡേറ്റ്. 200 rupees ആണ് എമൗണ്ട്. 123 നമ്പർ ഓഫ് ഡേയ്സ്. എങ്ങനെയാണ് നമുക്ക് ഇനി പ്രൊഡക്റ്റ് കിട്ടുക? അതായത് 200 into 123 that is equal to 24,600. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ 1 October ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രോം ശ്യാം എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, അതിന്റെ ഡ്യൂ ഡേറ്റ് തന്നിട്ടില്ല. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഡേറ്റ് തന്നെയാണ്. 90 rupees ആണ് കിട്ടുന്നത്. സെയിം 90 into 123 that is equal to 11,070 കിട്ടും. അതേപോലെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ശ്യാം ആണ് 21 October. ഓക്കെ, അതായത് ബൈ പർച്ചേസ്. ഓക്കെ, ബൈ പർച്ചേസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡ്യൂ ഡേറ്റ് 1 December. പിന്നെ 500 rupees ആണ് എമൗണ്ട്. 62 days ആണ് നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, 500 into 62 എന്ന് പറയുമ്പോൾ 31,000 കിട്ടും. പിന്നെ നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ ഓക്കെ നവംബർ 1 ക്യാഷ് പേ ചെയ്യുന്നത് തന്നെ. ക്യാഷ് പേ ചെയ്യുക, ക്യാഷ് റിസീവ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് കേസിലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് പേ ചെയ്യുക, ക്യാഷ് റിസീവ് ചെയ്യുക, ഈ രണ്ട് കേസിലും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഡേറ്റ് ആണ് 330, 92 days, 30,360. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന എമൗണ്ട് ഇൻ നമ്പർ ഓഫ് ഡേയ്സ് ചെയ്തതിന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അതേപോലെ എല്ലാ കേസിലും നമുക്ക് കിട്ടും. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് പറയേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തതാണ്, ഡ്യൂ ഡേറ്റും അതേപോലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ട്രാൻസാക്ഷന് എന്തില്ല, നമ്പർ ഓഫ് ഡേയ്സ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റും ട്രാൻസാക്ഷൻ ഡേറ്റും സെയിം ഡേറ്റ് ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് 94,020 കിട്ടും. ഓക്കെ, ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 30,250 കിട്ടും. ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് ക്രെഡിറ്റ് സൈഡ് കിട്ടുന്നതോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് ബാലൻസ് ആണ് ഇൻട്രസ്റ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ശ്യാം അക്കൗണ്ട് അപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ആണ്. ശ്യാം അക്കൗണ്ട് അപ്റ്റഡ് ടു ഇൻട്രസ്റ്റ്. ഓക്കെ, ആ ജേർണൽ എൻട്രി നമ്മൾ ചെയ്തു. പക്ഷെ ആ ജേർണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. ഓക്കെ, എമൗണ്ട് കണ്ടുപിടിക്കണം. എമൗണ്ട് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/365. 365 എടുക്കാം, കാരണം ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് എടുത്തത്, അല്ലാണ്ട് നമ്പർ ഓഫ് മന്ത് അല്ല. നമ്പർ ഓഫ് മന്ത് ആണെങ്കിൽ ഡിവൈഡ് ബൈ 12, നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 365. നമുക്ക് 4.97 കിട്ടും. 4.97 നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക? ആ എമൗണ്ട് കോളം നമ്മൾ ബാലൻസ് ചെയ്യുക. 1484.97 കിട്ടും. അതേപോലെ ക്രെഡിറ്റ് സൈഡിലും 1484.97 എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 194.97. ദിസ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്റ്റ് മെത്തേഡ്. ഇത്ര മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡിൽ പഠിക്കാവുള്ളൂ. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻസിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, സാലറി പെയ്ഡ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഓക്കെ, സാലറി പെയ്ഡ് ടു ശ്യാം എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കും. സാലറി പെയ്ഡ് ടു ശ്യാം, അതിന്റെ ജേർണൽ എൻട്രി സാലറി അക്കൗണ്ട് ടു ക്യാഷ് ആണ്. അതും ശ്യാമിന്റെ അക്കൗണ്ട്കാരനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അവരെന്തിനാ തന്നെയെന്ന് വെച്ചാല് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറയുന്നത് മനസ്സിലാവില്ല. ഇതേപോലെ പല ട്രാൻസാക്ഷൻസും ഉണ്ടാവും. നിങ്ങളെ അക്കൗണ്ട്കാരൻ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ആ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാണ്ട് എന്തെല്ലോ ട്രാൻസാക്ഷൻസ് തരുമ്പോൾ നിങ്ങൾ അത് ഇനി ഇതിൽ ട്രീറ്റ് ചെയ്യണ്ടോ വേണ്ട അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? ജസ്റ്റ് ജേർണൽ എൻട്രി പറയാം. ജേർണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ജേർണൽ എൻട്രി ഈ ഡെപ്റ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയേ. ഞാൻ പറയുന്നത് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചില ഐറ്റംസ് ഉണ്ടാവും നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ജേർണൽ എൻട്രി ജസ്റ്റ് മനസ്സിൽ പറയാം. ആ ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഈ അക്കൗണ്ട്കാരന്റെ ആരുടെ പേരിലാണോ ഉണ്ടാക്കുന്നത് അവരുണ്ടോ നോക്കാം. ശ്യാം ഉണ്ടോ നോക്കാം. നമ്മുടെ എക്സാമ്പിൾ ശ്യാമല്ലേ, ശ്യാം ഉണ്ടോ നോക്കാം. ശ്യാം ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും, ഇല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യില്ല. പറയുന്ന മനസ്സിലാകുന്ന 1 line സമ്മറി എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ തന്നതിന് ആ ജേർണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ശ്യാം ഇല്ലെങ്കിൽ, ശ്യാമിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
ശ്യാമിന്റെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ മക്കളെ? ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാം ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഉള്ള ഒരു എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ചെയ്യണം. From the following particulars, make up an account current to be rendered by Mr. X. To be rendered by Mr. X എന്ന് പറഞ്ഞാൽ X കൊടുക്കണം. X എന്ന് പറഞ്ഞാൽ സെൻഡർ ആണ്, Y ആണ് എന്ത്, acceptor. Okay, അല്ലെങ്കിൽ receiver. Okay, Y in account current with X. Okay, on 31st December 2016, taking interest. Okay, into account at the rate of 18% per annum. 18% interest എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 1/7/2016, balance owing by Mr. Y. ബാലൻസ് ഓയിങ് ബൈ മിസ്റ്റർ വൈ എന്ന് പറയുന്നത് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ബാലൻസ് ഓയിങ് ബൈ മിസ്റ്റർ വൈ. ഓക്കെ, ബാലൻസ് ഓയിങ് ബൈ മിസ്റ്റർ വൈ എന്ന് പറയുമ്പോൾ എക്സ് ആണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സ് ആരെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? വൈന്റെ അക്കൗണ്ട്. എക്സിന്റെ ബുക്സിൽ വൈന്റെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വൈ എന്ന് പറഞ്ഞ ഒരു ഡെപ്റ്ററാണ്. വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ഡെപ്റ്റർ ആവാം, ക്രെഡിറ്റർ ആവാം, ചിലപ്പോൾ കൊടുക്കാണ്ട് ചിലപ്പോൾ കിട്ടാണ്ട്. ഓക്കെ, വാട്ട് എവർ മേ ബി, ഒരു പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോ ബാലൻസ് ഓയിങ് ബൈ മിസ്റ്റർ വൈ എന്ന് പറഞ്ഞാൽ വൈ നമുക്ക് തരാണ്ട്, ഞാനാണ് എക്സ് എങ്കിൽ വൈ നമുക്ക് തരാണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വൈ നമുക്ക് തരാണ്ട്, അതിന് നമ്മൾ ഓട്ടോമാറ്റിക് മനസ്സിലാക്കണം അത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ബാലൻസ് ഓയിങ് ബൈ മിസ്റ്റർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ നമുക്ക് തരാനാവുള്ളൂ, അതുകൊണ്ട് തന്നെ ടു ബാലൻസ് ബ്രോട്ട്. നെക്സ്റ്റ് ഗുഡ് സോൾഡ് മിസ്റ്റർ വൈ. ക്രെഡിറ്റ് പീരീഡ് അറൌണ്ട് 1 month. ഓക്കെ, 1 month തന്നിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് തന്ന് നിങ്ങൾക്ക് 1/8/2016 ഗുഡ് പർച്ചേസ് ഫ്രം മിസ്റ്റർ വൈ. ക്രെഡിറ്റ് പീരീഡ് റിസീവ് 1 month. 1/9/2016 ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ വൈ. അതും ജേർണൽ എൻട്രി നിങ്ങൾക്ക് അറിയാം. On 1/9/2016, okay, on 1/9/2016 Mr. Y accepted Mr. X draft at 3 months date. Okay, മക്കളെ ബിൽസ് റിസീവബിൾ ഒന്നും എടുത്തിട്ടില്ല. അതായത് മിസ്റ്റർ വൈ ആക്സെപ്റ്റ് മിസ്റ്റർ എക്സ് ഡ്രാഫ്റ്റ് അറ്റ് 3 months ഡേറ്റ്. മക്കളെ ശ്രദ്ധിക്കല്ല. ഓക്കെ, ഞാൻ കുറച്ച് ബേസ് പറഞ്ഞുതരാം. അതായത് ഞാനൊരാളാണ്. ഓക്കെ, ഞാനൊരു പേഴ്സൺ. ഓക്കെ, എനിക്ക് ഒരാൾ പൈസ തരാനുണ്ട്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് പൈസ തരാനുണ്ടെങ്കിൽ ഓക്കെ, അയാൾ ഞാൻ പറയും ഡെപ്റ്റർ. ഓക്കെ, അയാൾ ഞാൻ പറയാ ഡെപ്റ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആളാണ് ഡെപ്റ്റർ. ഓക്കെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എ ആണ് ഡെപ്റ്റർ. ഓക്കെ, എ എനിക്ക് പൈസ തരാനുണ്ട്, പക്ഷെ എനിക്ക് എ തരോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ആ സിറ്റുവേഷനിൽ ഞാൻ എ ഒരു ബില്ല് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ബില്ല് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, ഞാൻ പറയും ഏനോട് ഒരു ചെക്ക് ഒപ്പിട്ടിട്ട് തരാം, ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ട്. ഓക്കെ, ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ട് ഒരു ചെക്ക് ഒപ്പിട്ടിട്ട് തരാം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചെക്ക് എന്ത് ചെയ്യും, എ സൈൻ ചെയ്യണം. ഓക്കെ, എ സൈൻ ചെയ്തിട്ട് ഒരു ചെക്ക് എ സൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, 3 months 1 month വാട്ട് എവർ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രോമിസാണ്. അതായത് 1 മാസം കഴിഞ്ഞാൽ ഈ ചെക്ക് എടുത്തിട്ട് ഞാൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് പൈസ കിട്ടും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത് ഏത് പറയുന്നതാണ് എനിക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ അല്ല, ജനറൽ ഇതാണ് ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റൂല, പൈസന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഒരു പൈസ തരാനുണ്ടെങ്കിൽ ഏനോട് ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ബ്ലാങ്ക് ചെക്ക് അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് അല്ല, എമൗണ്ട് എഴുതിയിട്ടുള്ള ചെക്ക് ഫ്യൂച്ചർ ഡേറ്റ്, കറന്റ് ഡേറ്റ് അല്ല മക്കളെ, ഫ്യൂച്ചർ ഡേറ്റ്. ആഫ്റ്റർ 1 month ആവാം, ആഫ്റ്റർ 3 months ആവാം, വാട്ട് എവർ ആവാം. ഇതിനെ നമ്മൾ പറയാ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. മക്കളെ മനസ്സിലാവുന്നില്ല പറയുന്നത്? അതായത് എ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് പൈസ തരാനുണ്ട്. എ എന്ന് പറയുന്ന ആൾ പൈസ തരാൻ ഉറപ്പൊന്നുമില്ല, അവർ 2 മാസം കഴിഞ്ഞാലോ 1 മാസം കഴിഞ്ഞാലോ തരുമെന്നൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് പറയും നിങ്ങൾ ചെക്ക് ഒപ്പിട്ടിട്ട് ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ട്. ഓക്കെ, ആഫ്റ്റർ 1 month ആവാം, 2 month ആവാം, 3 month ആവാം, വാട്ട് എവർ. അങ്ങനെ അവർ ഒപ്പിട്ടിട്ട് നമുക്കൊരു ചെക്ക് തന്നു കഴിഞ്ഞാൽ ആ ചെക്കിനെ നമ്മൾ പറയും ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അവര് ആ ചെക്ക് തരുന്നതോടെ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അയാള് നമ്മളായിട്ടൊരു ഡീലിംഗ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഈ പേപ്പർ ഇല്ല, ചെക്ക്
ആ ചെക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ whatever ആ ചെക്കിൽ എത്രയാണോ മാസം പറയുന്നത് ആ മാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അത് പൈസ കിട്ടും. പറയുന്ന മനസ്സിലാവില്ല? അതായത് ഒരു ബില്ല് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം. ഓക്കെ, ഡ്രോ ചെയ്തെന്ന് പറഞ്ഞാല് അതായത് ജസ്റ്റ് നമ്മൾ എഴുതിയിട്ട് എടുക്കുന്നതെങ്കിൽ എന്താ പറയുക, ഡ്രോ ചെയ്യാം. ഒരു ബില്ല് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെപ്റ്റേഴ്സ് കുറയും, ബില്ല് കൂടും. ഓക്കെ, ഡെപ്റ്റേഴ്സ് കുറയും, ബില്ല് കൂടും. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബില്ല് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ഓക്കെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡെപ്റ്റർ ആണെന്ന് എനിക്കത് തരുന്നുണ്ടെങ്കിൽ ഡെപ്റ്ററിന്റെ പേരിലാണ് ഞാൻ ഡ്രോ ചെയ്യുന്നെങ്കിൽ അതെനിക്ക് അസറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് എന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. എന്റെ ഡെപ്റ്റേഴ്സ് കുറയും, എന്റെ ബിൽസ് റിസീവബിൾ കൂടും. ബില്ലാണ് എന്താണ് ബില്ല് റിസീവബിൾ കിട്ടാനുള്ളത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചെറിയൊരു ബേസ്. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ ബിൽസ് റിസീവബിൾ ആവാം. ഓക്കെ, ബിൽസ് റിസീവബിൾ ആവാം, ബിൽസ് പേയബിൾ ആവാം. ഓക്കെ, ബിൽസ് റിസീവബിൾ ആവാം, ബിൽസ് പേയബിൾ ആവാം. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ബിൽസ് റിസീവബിൾ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേത്ത് ഡ്രോ ചെയ്യുന്നതാണ്. ഇത് നമ്മളാണ് ഡ്രോ ചെയ്യുന്നത്. നമ്മൾ അവരോട് പറയും, അതായത് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ചെക്കിൽ നിങ്ങൾ ഇങ്ങനെ ഒപ്പിട്ടിട്ട് നമുക്ക് ഇങ്ങനെ തരണം. അത് ഞാനാ ഡ്രോ ചെയ്യുന്നത്. ഞാനാന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അനക്കാരെ പൈസ തരാനുള്ള എ ആന്ന് എന്ത് ചെയ്യാം, അത് ഒപ്പിട്ടിട്ട് തരാം. ഞാനാണ് ഡ്രോ ചെയ്യുന്ന ആള്. ഓക്കെ, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഒരു ബില്ല് ഡ്രോ ചെയ്താലുള്ള ജേർണൽ എൻട്രി. ഇഫ് എ ബിൽ ഈസ് ഡ്രോൺ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സ് എത്ര, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 lakh ഒരാൾ തരാനുണ്ട്, അയാൾ 60,000 രൂപന്റെ ബില്ല് ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 60,000 ഡെപ്റ്റേഴ്സ് കുറയും, 60,000 ബില്ല് കൂടും. 3 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ ബില്ല് എടുത്തിട്ട് ബാങ്കിൽ പോകും. ബാങ്കിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ക്യാഷ് കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഇതിനാ പറയാ ഹോണറിംഗ് ഓഫ് ബിൽ. എന്താ പറയാ, ഹോണറിംഗ് ഓഫ് ബിൽ. ബില്ല് വാലിഡ് ആവാം, അതിനാണ് എന്താ പറയാ, ഹോണറിംഗ് ഓഫ് ബിൽ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇവിടെ ഞാനാണ് മിസ്റ്റർ എക്സ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ അവർക്ക് എന്ത് ചെയ്ത് ഒരു ബില്ല് മിസ്റ്റർ വൈ ആക്സെപ്റ്റഡ് എക്സ് ഡ്രാഫ്റ്റ് എന്നാ പറയുന്നത്. അതായത് അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഞാനാണ് എന്ത് ചെയ്യാ, ഡ്രാഫ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, ഒരു ചെക്ക് കൊടുത്തിട്ട് ഈ ചെക്കിൽ ഒപ്പിട്ടിട്ട് ഇതാ, ആ ഒപ്പിട്ടിട്ട് തന്നാൽ അത് ഡ്രോ ചെയ്യും. ഒപ്പിട്ട് തന്നാൽ മാത്രം അതൊരു ബിൽസ് റിസീവബിൾ ആവും. ഒപ്പിട്ടിട്ട് തന്നാൽ മാത്രം അത് ഒരു ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ആവും. ഇപ്പൊ ഞാനാണ് എന്ത് ചെയ്യുന്നത്, മിസ്റ്റർ വൈ ആക്സെപ്റ്റഡ് എന്ന് പറയും. മിസ്റ്റർ വൈ ആക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് മനസ്സിലാക്കണം ഇത് ബിൽസ് റിസീവബിൾ ആണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ബിൽസ് റിസീവബിൾ ആണോ ബിൽസ് പേയബിൾ ആണോ. മിസ്റ്റർ വൈ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. മിസ്റ്റർ വൈ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇനീഷ്യേറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് അത് ബിൽസ് റിസീവബിൾ ആണ്. ഇനി മിസ്റ്റർ വൈ ആണ് എന്ത് ഇനീഷ്യേറ്റ് ചെയ്ത് ഞാനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിൽസ് പേയബിൾ ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ശ്രദ്ധിച്ച, മിസ്റ്റർ വൈ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യണം. ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിൽസ് റിസീവബിൾ. ഇനി അയാൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിൽസ് പേയബിൾ. ഇനി ബിൽസ് പേയബിൾ എന്താ ജേർണൽ എൻട്രി? ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും, ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അയാൾക്ക് എന്നെ വിശ്വാസം ഇല്ലാണ്ടൊക്കെ നല്ല കാരണം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അയാൾ ഇതേപോലെ എന്ത് ചെയ്ത് ഒരു ചെക്ക് ഒക്കെ അയച്ചിട്ട് പറഞ്ഞ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു ഗ്യാരണ്ടി ചെയ്ത് ഒരു പ്രോമിസാണ്, പ്രോമിസറി നോട്ട് എന്ന് പറയുവാണെങ്കിൽ ഒരു പ്രോമിസാണ്. അയാൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചെക്ക് അയക്കും. ഓക്കെ, ചെക്ക് അയച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒപ്പിട്ട് കൊടുക്കും. അതിന് അയാളാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആരെ ആക്സെപ്റ്റ് ചെയ്ത്? ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നത്. പറയുന്ന മനസ്സിലാവുന്ന മക്കളെ? ഈ ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്ത ടൈം, ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്ത ടൈം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാറുണ്ട്, അയാൾക്ക് ഞാൻ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനില്ല, ഞാൻ ബിൽസ് പേയബിൾ കൊടുക്കാൻ. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. കാരണം ക്രെഡിറ്റേഴ്സ് കുറേ ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബിൽസ് പേയബിൾ.
ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേയബിൾ. ഇനി അയാൾ എന്ത് ചെയ്യും? ആ ഡേറ്റ് വന്നതിന് ആ ബിൽസ് പേയബിൾ എടുത്തിട്ട് ബാങ്കിൽ പോകും. ബാങ്കിൽ പോയി സബ്മിറ്റ് ചെയ്യും. ബാങ്കിൽ പോയി സബ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്റെ അക്കൗണ്ടിൽ ആ ടൈം പൈസ വേണം. എന്റെ അക്കൗണ്ടിൽ ആ ടൈം പൈസ ഉണ്ടെങ്കിൽ അത് ഹോണർ ആവും. ഹോണർ ആവുമ്പോൾ ജേർണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ബിൽസ് റിസീവബിൾ ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് റിസീവബിൾ. ബിൽസ് പേയബിൾ ആണെങ്കിലോ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ബില്ല് എന്ന് പറയുന്ന ഒരു ചെക്ക് ഉണ്ട്, അതെന്താണ്? ബിൽസ് പേയബിൾ ആണ്, അത് പേയ്മെന്റ് നടത്തും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? മക്കളെ ബൈ ചാൻസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് പീരീഡ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, ഒരു മാസമാണ് ക്രെഡിറ്റ് പീരീഡ്. ഇവിടെ ക്വസ്റ്റൻ എല്ലായിടത്തും 1 month ഉള്ളത്. അതായത് 1 month വരെ നമുക്ക് എന്ത് വരില്ല? ഇൻട്രസ്റ്റ് വരില്ല എന്നർത്ഥം. അതായത് ഒന്നുമില്ല, 37/2016 1 month കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരും? ഡ്യൂ ഡേറ്റ് വരും. 1 month കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരും? ഡ്യൂ ഡേറ്റ് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ആ 1 month ഇൻട്രസ്റ്റ് വരില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള കേസ് ക്യാഷ് റിസീവിന്റെ കേസിലെല്ലാം 1 തന്നെയാണ് എന്ത്? ഡ്യൂ ഡേറ്റ്. ബാക്കി 37ന്റെ കേസിൽ 1 month കഴിഞ്ഞാന്ന് പറഞ്ഞാൽ 38 വരും. ഓക്കെ, 180ന്റെ കേസിൽ 19 വരും. ഓക്കെ, കാരണം ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഒരു മാസം. ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കടത്തിന് എത്ര മാസം കൊടുക്കാൻ പറ്റും. അതുപോലെയൊക്കെ പോളിസി ഉണ്ടാവും. ചില സ്ഥാപനങ്ങൾ പറയും 10 ദിവസത്തെ ക്രെഡിറ്റ് പീരീഡ് തരണം, നിങ്ങൾ വാങ്ങിച്ചോ, 10 ദിവസത്തിനുള്ളിൽ പക്ഷെ തരണം. 10 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ലെങ്കിൽ 11ാമത്തെ ദിവസം മുതൽ ഇൻട്രസ്റ്റ് 1 തൊട്ടിട്ടാണ് കൗണ്ട് ചെയ്യാം. 11ാമത്തെ ദിവസം. ഓക്കെ, അങ്ങനെ. അതായത് ഇവിടെ എക്സ്ട്രാ 2 പോയിന്റ്സും കൂടി പറയാനുണ്ട്. അതും കൂടി പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആവും. കാരണം അല്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 കൂട്ടം ഡൗട്ട് വരും. അതിനെ മേലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ഒരു കോൺഫിഡൻസ് പോകും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. സർ ഓപ്പണിംഗ് ബാലൻസിൽ ഓപ്പണിംഗ് ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ? സാധാരണ ട്രാൻസാക്ഷൻ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ട്രാൻസാക്ഷൻ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും. ശ്രദ്ധിക്കാൻ, ട്രാൻസാക്ഷൻ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പേയ്മെന്റ് ഡേറ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യൂല. പിന്നെ ലാസ്റ്റ് ഡേറ്റ് അതായത് പ്രിപ്പറേഷൻ ഡേറ്റ്, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയുന്നത് മൈൻഡ് ഔട്ട് ആണ്. ഓക്കെ, ശ്രദ്ധിക്ക്. സാധാ ഒരു ട്രാൻസാക്ഷനിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല, പക്ഷെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും. 1. ഓക്കെ, ഇനി നമ്മളെ ചോദ്യം, ഓപ്പണിംഗ് ബാലൻസിൽ നമ്മൾ ഈ 1/7/2016 കൺസിഡർ ചെയ്യണോ വേണ്ടയോ? പിന്നെ അതേപോലെ ശ്രദ്ധിക്ക്, ക്ലോസിംഗ് ഡേറ്റ്. ഓക്കെ, നമ്മള് പ്രിപ്പറേഷൻ ഡേറ്റ് 31 December കൺസിഡർ ചെയ്യണോ വേണ്ടയോ? മനസ്സിലായിക്കോ. ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യണം, അതായത് പ്രിപ്പറേഷൻ ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യണം, പ്രിപ്പറേഷൻ ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്നില്ല മക്കളെ? എന്തുകൊണ്ട്? ഓക്കെ, എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. എല്ലാത്തിന്റെയും ലോജിക്ക് അല്ല പറഞ്ഞത്, വെറുതെ നമ്മൾ എന്ത് ചെയ്യേണ്ട പോകണ്ട. ഓപ്പണിംഗ് ഡേറ്റ് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 1/4/2019 ആണ് ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇതിന്റെ 1/4/2019 ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്ന ചോദ്യം. ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 30th മാർച്ചിനായിരിക്കും ചിലപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവാം. 30th മാർച്ച്. അങ്ങനെ നമ്മൾ 30th മാർച്ച് ടു 31st മാർച്ചിൽ നമ്മൾ ഓൾറെഡി എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും? അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 31st മാർച്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 3rd മാർച്ചിനാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്. 30th മാർച്ച് അല്ല, 3rd മാർച്ചിന്. ഓക്കെ, 3rd മാർച്ചിന് ഈ ട്രാൻസാക്ഷൻ നടന്നു. 3rd മാർച്ചിന് ഈ ട്രാൻസാക്ഷൻ നടന്നു. 31st മാർച്ചിന് അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നാൽ നമ്മൾ ആ ടൈം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ 3rd മാർച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഡിഡ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? 3rd മാർച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എടുത്തത് 4th മുതലേക്കും 4th, 5th, 6th, 7th, 8th, 9th അങ്ങനെ 31st വരെ എടുത്തിട്ടുണ്ടാവും. 31st കൺസിഡർ ചെയ്തിട്ടുണ്ടാവോ? കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസാക്ഷന് ഒരു പ്രാവശ്യം എന്ത് ചെയ്യണ്ടു? ഇൻക്ലൂഡ് ചെയ്യാണ്ട് വെക്കണ്ടു. ഫസ്റ്റ് ഏപ്രിലിന് ഇൻട്രസ്റ്റ് എന്തായാലും കൊടുക്കണം. നമ്മൾ എന്താ പറഞ്ഞത്? ട്രാൻസാക്ഷൻ ഇന്ന് നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഇൻട്രസ്റ്റ് ഇല്ല, നാളെ രാവിലെ മുതലാണ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ ഇന്നാണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ ഇന്ന് ഇൻട്രസ്റ്റ് ഇല്ല. ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് എന്ത് ചെയ്യാം? പേ ചെയ്യാനുള്ള ടൈം ഉണ്ട്. 3-ാം തീയതി എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ 3-ാം തീയതി വൈകുന്നേരം വരെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ടൈം ഉണ്ട്.
4-ാം തീയതി രാവിലെ മുതലാണ് എന്ത് വരാ ഇൻട്രസ്റ്റ് വരാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്ത് അത് ഡസ് നോട്ട് ഇൻക്ലൂഡ് ചെയ്ത്. ഇനിയിപ്പോ 1/4/2019 നമ്മൾ ആദ്യം നമ്മൾ അതേ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തിന്റെ ആവശ്യം കുറക്കേണ്ടത്? ഒരു വട്ടല്ലേ ഒന്ന് കുറക്കണ്ടു, പിന്നെ ഇടക്കിടക്ക് കുറക്കല. അതാണ് ഇതിന്റെ ലോജിക്ക്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മക്കളെ ഓപ്പണിംഗ് ഡേറ്റിന്റെ മേലെ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആണ്. ഇൻട്രസ്റ്റ് എന്തായാലും ഓപ്പണിംഗ് ബാലൻസിന്റെ മേലെ പേ ചെയ്യണം. കാരണം അതിന്റെ ഡേറ്റിലും കഴിഞ്ഞിട്ട് കുറെ കാലമായി. നമ്മൾ എന്താ പറഞ്ഞത്? ഡ്യൂ ഡേറ്റ് അന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റ് പേ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ 31 മാർച്ച് ആണെങ്കിൽ 31 മാർച്ചിന്റെ വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം 8 മണി അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി അവരെ ഓഫീസ് ടൈം കഴിയുന്നവരെ നമുക്ക് പേ ചെയ്യാൻ ടൈം. അതിന്റെ മുന്നേ ആയിട്ട് പേ ചെയ്താൽ മതി. അതിന്റെ മുന്നേ ആയിട്ട് പേ ചെയ്ത ഒരു പ്രശ്നമില്ല, ഇൻട്രസ്റ്റ് ഒന്നും അപ്ലിക്കബിൾ ആവില്ല. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം മുതൽ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആവും. പിന്നെ ഇൻട്രസ്റ്റ് പിന്നെ പിറ്റേത്തെ ദിവസം മുതൽ അപ്ലിക്കബിൾ ആകുമ്പോൾ പുതിയ ഇയറിൽ അല്ലെങ്കിൽ പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ പുതിയ 1-ാമത്തെ ഡേറ്റിന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും. പറയുന്ന മനസ്സിലാവുന്നില്ല? ഒരു പോയിന്റ് അതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയേണ്ടത്? ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ബില്ലിന്റെ കേസിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 മന്ത് ആണ് തന്നതെങ്കിൽ അതിന്റെ കൂടെ 3 ഡേയ്സ് ആഡ് ചെയ്യണം. ഓക്കെ, ഈ 3 ഡേയ്സിനെ നമ്മൾ പറയാ ഡേയ്സ് ഓഫ് ഗ്രേസ്. എന്താ പറയാ? ഡേയ്സ് ഓഫ് ഗ്രേസ്. ഓക്കെ മക്കളെ മനസ്സിലാക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 1 മന്ത് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 1 മന്ത് പ്ലസ് 3 ഡേയ്സ്. 3 മന്ത് ആണെങ്കിൽ 3 മന്ത് പ്ലസ് 9 ഡേയ്സ് അല്ല, 3 മന്ത് പ്ലസ് 3 ഡേയ്സ്. എത്രയാണോ പീരീഡ് അതിന്റെ കൂടെ 3 ദിവസം എക്സ്ട്രാ ആഡ് ചെയ്യണം. ആ 3 ദിവസത്തിൽ നമ്മൾ പറയുന്നതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് 3 ദിവസം ബോണസ് ഡേയ്സ്. എന്നാൽ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്ത് ആണെങ്കിൽ 1 മന്ത് പ്ലസ് 3 ഡേയ്സ്, അതായത് 33 ഡേയ്സ്. ഫോർ എക്സാമ്പിൾ 33 or 34 whatever, അങ്ങനെ ഞാൻ പറയുന്നില്ല. 1 മന്ത് പ്ലസ് 3 ഡേയ്സ്. ഓക്കെ, 1 മന്ത് പ്ലസ് 3 ഡേയ്സ്. ഇനി 3 മന്ത് ആണെങ്കിൽ 3 മന്ത് പ്ലസ് 3 ഡേയ്സ്. 2 മന്ത് ആണെങ്കിൽ 2 മന്ത് പ്ലസ് 3 ഡേയ്സ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ പറയാ? 3 ഡേയ്സിനെ നമ്മൾ പറയാ ഡേയ്സ് ഓഫ് ഗ്രേസ്. ഇതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1 മന്തിന് നമ്മൾ ജനറലി പറയുന്നത് 1 മന്ത് ക്വസ്റ്റ്യനിൽ പറയുന്ന 1 മന്ത് എന്ന് പറയുന്നത് ജനറലി മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയും. ഓക്കെ, മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയും. ഓക്കെ, അതൊന്നും പഠിക്കണ്ട. നമുക്ക് ഡ്യൂ ഡേറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് രണ്ടും ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ജസ്റ്റ് പേജ് മറിക്കുമ്പോൾ എന്നോട് ആരോ ഒരാൾ ഡൗട്ടും ചോദിച്ചു. പിന്നെ ഞാൻ ഓപ്പണിംഗ് ബാലൻസ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോൾ കണ്ടപ്പോൾ ഓർമ്മ വന്നു. അതുകൊണ്ട് അപ്പം തന്നെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ 100% ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യ്. കിട്ടുന്നില്ലെങ്കിൽ പേടിക്കണം, ഞാൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. ചെറിയൊരു മാറ്റം ഉണ്ട്, ഞാൻ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രോബ്ലത്തിലൊന്നും ഇമ്പാക്ട് ചെയ്യില്ല. എന്താന്ന് വെച്ചാല് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാല് ഡ്യൂ ഡേറ്റ് പ്ലസ് 3 ഡേയ്സ് ആണ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് പ്ലസ് 3 ഡേയ്സ് ആണ്. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് പ്ലസ് 3 ഡേയ്സ് ആണ്. ഇനി ഡ്യൂ ഡേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാലും, ബില്ലിന്റെ കേസിൽ 1 മന്ത് 2 മന്ത് തന്നെ തന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് കാരണം മെച്യൂരിറ്റി ഡേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ചെറിയ റോങ്, ഞാൻ ചെറിയൊരു ഡൗട്ട് അടിച്ചു വന്നത്. അതായത് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് പ്ലസ് 3 ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് പ്ലസ് ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യണം. ഈ പ്രോബ്ലം ഞാൻ ചെയ്യണം, നിങ്ങൾ പറയാം ചെയ്യണമെങ്കിൽ ചെയ്തു തരാം. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/7/2016 ബാലൻസ് ഓയിങ് ബൈ മിസ്റ്റർ വൈ. അതായത് അതിന്റെ അർത്ഥം ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്. ഓക്കെ, 1/7/2016 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. എത്ര എമൗണ്ട്? അതായത് 600 റുപ്പീസ്. ഇവിടെ ഡ്യൂ ഡേറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 1/7/2016 മുതൽ 31st ഡിസംബർ വരെ, അതായത് അറൌണ്ട് 184 ഡേയ്സ് വരും. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുതരാം. 184 ഡേയ്സ് എങ്ങനെ വരുന്നത്? ജൂലൈ 31 ഉള്ളത് 31, പിന്നെ ഓഗസ്റ്റ് 31 തന്നെയാണ്. സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ദാറ്റ് ഈസ് ഈക്വൽ ടു 184 ഡേയ്സ്. ഓക്കെ, നിങ്ങൾ 600 into 184 ചെയ്ത് കഴിഞ്ഞാൽ 1,10,400 കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ വൈ. ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ വൈ എന്ന് പറഞ്ഞാൽ വൈ അക്കൗണ്ട് ടു സെയിൽസ്. ഓക്കെ, അത് 37/2016 ആണ് ടു സെയിൽസ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്
ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 38 വരും. ഓക്കെ, 38 വരും. ഓക്കെ, 30th ഓഗസ്റ്റ്. ഒരു മാസം തന്നെ പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം 300 രൂപ. ഓക്കെ, ഓഗസ്റ്റ് 30th ഓഗസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട. ഫസ്റ്റ് ഓഫ് എന്താ എടുക്കേണ്ട, സെപ്റ്റംബർ. സോറി, 30th ഓഗസ്റ്റ് എടുക്കേണ്ട, 31st ഓഗസ്റ്റ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഡേറ്റ് ആണ് നോക്ക്. ഓഗസ്റ്റ്, സെപ്റ്റംബർ 31 ആഡ് ചെയ്യാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 123 കിട്ടും. 123. ഓക്കെ, 300 into 123 എന്ന് പറയുന്നത് 36,900 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ വൈ. അത് 180 ട്രാൻസാക്ഷൻ. ബൈ പർച്ചേസ്. ഓക്കെ, ബൈ പർച്ചേസ് ഇനി ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 month ആണ്. അതായത് 19 വരും. ഓക്കെ, 19. ഓക്കെ, ഫസ്റ്റ് സെപ്റ്റംബർ എത്ര എമൗണ്ട്, 200 റുപ്പീസ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 ദിവസമാണ്. അതിൽ ഒരു ഡേറ്റ് ഒഴിവാക്കാം, ദാറ്റ് ഈസ് 29. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ 31 ആഡ് ചെയ്യാം, 31 ആഡ് ചെയ്യാം. നവംബർ 30 ആഡ് ചെയ്യാം. അതേപോലെ ഡിസംബർ 31 ആഡ് ചെയ്യാം. 121 കിട്ടും നിങ്ങൾക്ക്. എത്ര കിട്ടും, 121. 121 into 200 എന്ന് പറയുന്നത് 24,200. 24,200. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ വൈ ആണ്. ദാറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ട് അപ് ടു വൈ. ക്യാഷ് അക്കൗണ്ട് അപ് ടു വൈ എന്ന് പറയുമ്പോൾ അതും ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സെപ്റ്റംബർ. ഓക്കെ, ബൈ ക്യാഷ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെപ്റ്റംബർ തന്നെയാണ്. അതുകൊണ്ട് വലിയ കാൽക്കുലേഷൻ വേണ്ട. 100 റുപ്പീസ് 121, ദാറ്റ് ഈസ് ഈക്വൽ ടു 12,100 വരും. ഓക്കെ, 12,100 വരും. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ വൈ ആക്സെപ്റ്റ് മിസ്റ്റർ എക്സ് ഡ്രാഫ്റ്റ് at 3 months date. അതായത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു മിസ്റ്റർ വൈ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു മിസ്റ്റർ വൈ. ഓക്കെ, അതും നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ 19,2000 ബൈ ബിൽസ് റിസീവബിൾ. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 3 months ആഡ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് സെപ്റ്റംബർ, ഒക്ടോബർ 1, നവംബർ 1, ഡിസംബർ 1, 3 ദിവസം ആഡ് ചെയ്യുക. അന്നേരം ഡിസംബർ 4 കിട്ടും. അതാണ് എന്ത് ഡ്യൂ ഡേറ്റ്. 3 days ആഡ് ചെയ്തതിന് എന്ത് കിട്ടും, ഡിസംബർ 4/12 കിട്ടും. 4/12. ഓക്കെ, എത്ര എമൗണ്ട്, 400 റുപ്പീസ്. ഓക്കെ, 400 റുപ്പീസ്. ഇനി നിങ്ങൾ 4 ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 31 കുറച്ച് കഴിഞ്ഞാൽ 27 നിങ്ങൾക്ക് കിട്ടും. 31 ആണ് ഡേയ്സ് ഡിസംബറിൽ. അതിൽ നിന്ന് 4 കുറക്കാം, ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 27 കിട്ടും. 27 into 400 എന്ന് പറയുന്നത് 10,800. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തതിനും കുറച്ച് സ്പേസ് കിട്ടും, പ്രശ്നമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് കോളും ഇൻട്രസ്റ്റ് കോളും. ഓക്കെ, എമൗണ്ട് കോളും ഇൻട്രസ്റ്റ് കോളും. ഇഫ് ഐ എം റൈറ്റ്, സോറി. ഓക്കെ, എമൗണ്ട് കോളും ഇൻട്രസ്റ്റ് കോളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. 31/12 നിങ്ങൾ ബാലൻസ് ചെയ്യുക ബൈ ബാലൻസ് ഓഫ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ കിട്ടുന്നത് 1,47,300. അതേപോലെ ഇവിടെയും കിട്ടും 1,47,300. അതിൽ നിന്ന് നിങ്ങൾ എല്ലാം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1,00,200. ഓക്കെ, ഇതാണ് ബ്രാക്കറ്റിൽ ഇട്ടത്. അതായത് റിമൈനിങ് ഫിഗറാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് 1,00,200. ഓക്കെ, നിങ്ങൾക്ക് അത് ക്രെഡിറ്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അതിന്റെ അർത്ഥം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് വരുന്നത്. ഡെബിറ്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡെബിറ്റ് സൈഡിലെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, വൈ അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, 31/12 ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം. എത്ര എമൗണ്ട് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് ഈക്വൽ ടു 1,00,200 ഇൻറ്റു എത്ര പെർസെന്റേജ് ആണ്, 18%. 18% into 1/365. That is equal to 1,00,200 into 18% divided by 365. That is equal to 49.41. Okay, 49.41. You can take it as 49 or 49.41 and 49.41. Then അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ അവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. 949.41. ഓക്കെ, എമൗണ്ട് കൊടുത്ത് 949.41. ദാറ്റ് ഈസ് 31/12 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എത്ര എമൗണ്ട് വരുന്നത്, 949 300 700 പോയി കഴിഞ്ഞാൽ 249.41.
ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കളെ ആൻസർ. മക്കളെ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് മെത്തേഡിന് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർവേഡ് മെത്തേഡും ഒന്ന് ബാക്ക്വേർഡ് മെത്തേഡും. ബാക്ക്വേർഡ് മെത്തേഡിന് പറയുന്ന പേരാണ് ഇപ്പോക് മെത്തേഡ്. ഓക്കെ, EPOQUE. ഓക്കെ, അതൊരു പേരും അങ്ങനെ തന്നെയാണ്, അതിന്റെ കാൽക്കുലേഷനിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷെ മാൻഡേറ്ററി നമുക്ക് അങ്ങനത്തെ ഒരു ഇതും ഇല്ല. ഓക്കെ, ഇപ്പോക് മെത്തേഡ് ഫോളോ ചെയ്യണം അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫോർവേഡ് മെത്തേഡാണ് ഏറ്റവും സിമ്പിൾ. ഫോർവേഡ് മെത്തേഡാണ് ഏറ്റവും സിമ്പിൾ. ശ്രദ്ധിക്കുക എല്ലാവരും, നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് എനിക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. അത് പ്രൊഡക്റ്റ് മെത്തേഡിലാണ്. രണ്ട് മെത്തേഡ് ഉണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് ഫോർവേഡ് മെത്തേഡും കാൽക്കുലേറ്റ് ചെയ്യാം, ഇപ്പോക് മെത്തേഡും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോക് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, എന്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പം പഠിച്ചതാണ് ഫോർവേഡ് കാൽക്കുലേഷൻ മെത്തേഡ്, ഫോർവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫോർവേഡ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോക് മെത്തേഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചിലപ്പോൾ എടുക്കും. ഞാൻ പൊതുവെ എടുക്കാത്ത ടോപ്പിക്കാണ്, ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എക്സാമിന് ഏറ്റവും സിമ്പിൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, പ്രൊഡക്റ്റ് മെത്തേഡായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ ഇൻഡിവിജ്വൽ മെത്തേഡിനെക്കാട്ടിയും ഏറ്റവും സിമ്പിൾ പ്രൊഡക്റ്റ് മെത്തേഡാണ്. പ്രൊഡക്റ്റ് മെത്തേഡിൽ ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആവുള്ളൂ. മറ്റേതിന് നമ്മൾ പെർസെന്റേജ് ഓരോന്നിന്റെയും പെർസെന്റേജ് എടുക്കുമ്പോൾ നമുക്ക് ടൈം എടുക്കുന്നത് കൂടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിനും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഇതുണ്ടാവും, പേഴ്സണൽ ഇഷ്ടങ്ങൾ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ പറയാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടൈം സേവ് ചെയ്യണം, പ്രൊഡക്റ്റ് മെത്തേഡാണ് ബെറ്റർ. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഏത് മെത്തേഡും ഫോളോ ചെയ്യാം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അറിയില്ല. അതായത് നമ്മൾ ഇല്ലസ്ട്രേഷൻ 1 രണ്ട് മെത്തേഡും ചെയ്തിട്ടുണ്ട്. രണ്ട് മെത്തേഡ് കിട്ടിയ ആൻസർ ചെയ്യണം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 3 നമുക്ക് റീഡ് ചെയ്യാം, എന്നിട്ട് അത് ഹോംവർക്ക് ആണ് തരാം. From the following particulars make up an account current to be rendered by S. Dasgupta. Rendered by എന്ന് പറഞ്ഞാൽ prepared by S. Dasgupta. അന്നേരം സെന്റർ ആണ് ദസ്ഗുപ്ത എന്ന് പറയുന്ന ആള്. ടു എ ഹോൾഡർ എന്ന് പറയുന്നത് ഡെപ്റ്റർ അല്ലെങ്കിൽ റിസീവർ. ഓക്കെ, റിസീവർ ആണ് എ ഹോൾഡർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റിസീവർ എയും സെന്റർ എസും കൺസിഡർ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. At 31st December, reckoning interest at 5% per annum, assuming 1 year 365 days. Okay, ഇത് 2016. ഓക്കെ, മക്കളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2016 ഇല്ലേ, ലീപ് ഇയർ ആണെന്ന് എന്റെ അറിയുള്ളൂ. ഓക്കെ, 2016 ലീപ് ഇയർ, പക്ഷെ ജൂൺ 30 മുതൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പ്രശ്നമില്ല. 365 ഡേയ്സ് എടുത്തു, പ്രശ്നമില്ല. ഓക്കെ, 2000. ഓക്കെ, വെയിറ്റ് ചെയ്യ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ബാലൻസ് ഓയിങ് ബൈ എ ഹോൾഡർ തരാനുണ്ട്. ഇപ്പൊ ഞാനാണ് എസ് എന്ന് വിചാരിച്ചോ, എനിക്ക് ഞാനന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ആരെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എന്റെ ഡെബിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്റെ ക്രെഡിറ്റർ അക്കൗണ്ട്. ഓക്കെ, എ ഹോൾഡർ എനിക്ക് തരാനുണ്ട്. ബൈ എ ഹോൾഡർ എന്ന് പറഞ്ഞാൽ തരാനുണ്ട്. ഡെപ്റ്റർ ബാലൻസ് ബ്രോട്ട് ഓൺ തന്നിട്ടുണ്ട്. ഗുഡ്സ് സോൾഡ് ടു എ ഹോൾഡർ, ജേർണി എ ഹോൾഡർ അക്കൗണ്ട് അപ് ടു സെയിൽസ്, ക്യാഷ് റിസീവ് ഫ്രം എ ഹോൾഡർ. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുഡ്സ് സോൾഡ് ഇവിടെ ഡേറ്റ് ഓഫ് എന്ത് തന്നിട്ടില്ല, ഡ്യൂ ഡേറ്റ് തന്നിട്ടില്ല. ഡ്യൂ ഡേറ്റ് ഈസ് ഈക്വൽ ടു ട്രാൻസാക്ഷൻ ഡേറ്റ്. ക്യാഷ് റിസീവിന്റെ കേസിൽ എപ്പോഴും എന്താണ് ട്രാൻസാക്ഷൻ ഡേറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ്. അതേപോലെ ഇവിടെ ഗുഡ്സ് സോൾഡും ഗുഡ്സ് പെർച്ചേസ് ആയാലും ഒന്നിനും എന്ത് തന്നിട്ടില്ല, ഡ്യൂ ഡേറ്റ് തന്നിട്ടില്ല. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യും ട്രാൻസാക്ഷൻ ഡേറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ്. അത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നുള്ളത് എ ഹോൾഡർ ആക്സെപ്റ്റഡ് ദസ്ഗുപ്താസ് ബിൽ. ഓക്കെ, A holder accepted Dasgupta's bill at 3 months date for ₹300. ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്തു, ഒരു ബില്ല് അയച്ചു കൊടുത്തു, ഞാൻ ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക് ആരെ ആക്സെപ്റ്റ് ചെയ്തു, എ ഹോൾഡർ ആക്സെപ്റ്റ് ചെയ്തു. എ ഹോൾഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ബിൽസ് റിസീവബിൾ ആണ്. ഓക്കെ സർ, ബിൽസ് പേയബിൾ വരും, പേടിക്കേ വേണ്ട, വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ബിൽസ് റിസീവബിൾ ആണ് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 3 months date for 300 എന്ന് പറഞ്ഞ് 3 months കൊടുക്കുക. അതിന്റെ കൂടെ 3 ഡേയ്സ് ഓഫ് ഗ്രേസ് എടുക്കാൻ മറക്കരുത് മക്കളെ. 3 days എടുക്കാം. ബില്ലിന്റെ കേസിൽ മാത്രം എന്തുള്ളൂ, ഡേയ്സ് ഓഫ് ഗ്രേസ് ഉള്ളൂ. സാധാരണ ട്രാൻസാക്ഷൻ എന്തില്ല, ഡേയ്സ് ഓഫ് ഗ്രേസ് ഇല്ല. ഓക്കെ, പിന്നെ ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ഈസി ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ മതി. ശ്രദ്ധിക്ക്, 31st March 2019 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
1/1/2019 നമ്മളൊരു ബിൽ ഇഷ്യൂ ചെയ്തു. ഓക്കെ, ബിൽസ് റിസീവബിൾ. ഓക്കെ, ബിൽസ് റിസീവബിൾ ബിൽ ഇഷ്യൂ ചെയ്ത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1/1/2019. 31/1/2019 ആണ് 1 മന്ത് ആണ് പീരീഡ്. 1 മന്ത് പീരീഡ്, അതായത് 4th February 2019 ആണ് അതിന്റെ ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഡ്യൂ ഡേറ്റ്. ഒന്നും പറയുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണേ, ഒന്നും പറയുന്നില്ലെങ്കിൽ ഇത് ഹോണർ ആയി അർത്ഥം. ഓക്കെ, ഹോണർ ആയി അർത്ഥം. നമ്മൾ ഈ ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും? ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നമ്മൾ അക്കൗണ്ട് കറന്റിൽ ട്രീറ്റ് ചെയ്യും. കാരണം ജേർണൽ എൻട്രി എന്താണ്? ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. ഓക്കെ, അത് നമ്മൾ അക്കൗണ്ട് കറന്റിൽ ട്രീറ്റ് ചെയ്യും. ഒന്നും പറയുന്നില്ലെങ്കിൽ, ഒന്നും ഡ്യൂ ഡേറ്റിന് അന്ന് ഒന്നും പറയുന്നില്ലെങ്കിൽ അത് ഹോണർ ചെയ്തെന്ന അർത്ഥം. 2 ചാൻസുകൾ ഉണ്ട് മക്കളെ. ഓക്കെ, ഒരു ബില്ലിന് 2 ചാൻസസ് ഉണ്ട് അതിന്റെ ഡ്യൂ ഡേറ്റിൽ. ഒന്ന് ഹോണർ ആവാം, ഒന്ന് ഡിസ്ഹോണർ ആവാം. ഹോണർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബില്ല് ഇഷ്യൂ ചെയ്തു, ഞാനത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു, എനിക്ക് അതിന്റെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടി. ഓക്കെ, ഡിസോണർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് എടുത്തിട്ട് ബാങ്കിൽ പോയി, ബാങ്കിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു, ബാങ്ക് എന്ന് പറഞ്ഞ് ഈ അക്കൗണ്ടിൽ, ഈ ചെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല, അത് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ബൗൺസ് ചെയ്തു. ക്യാൻസൽ ആവും. ഓക്കെ, ആ ചെക്ക് അപ്പം തന്നെ ക്യാൻസൽ ആവും. പറയുന്നത് മനസ്സിലാവുന്നില്ല? ഞാനൊരു ചെക്ക് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് അത് ക്യാൻസൽ ആവും ആ ചെക്ക്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിനാ നമ്മൾ എന്താ പറയാ? ഡിസോണർ ആണെന്ന്. ഇനഫ് ബാലൻസ് ഇല്ലെങ്കിൽ ഡിസോണർ ആവും, അല്ലെങ്കിൽ ഹോണർ ആവും. ഹോണർ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഹോണർ ആകുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, ഹോണർ ആകുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ക്യാഷ് ഓർ ബാങ്ക് ആണ് ജനറലി ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഒന്നും പറയുന്നില്ലെങ്കിൽ ഹോണർ ആയിരുന്നു അർത്ഥം. ഓക്കെ, ചില കേസിൽ നിങ്ങളോട് പറയും ബിൽസ് എന്ത് ചെയ്ത് ഹോണർ ചെയ്ത് പോയിട്ട് അതിന് ജേർണൽ എൻട്രി എന്ത് ചെയ്യണ്ട? അക്കൗണ്ട് കാർഡിൽ പോസ്റ്റ് ഒന്നും ചെയ്യണം. നോക്കട്ടെ, നിങ്ങളുടെ ഡെബിറ്റ് സൈഡും എന്തില്ല? ആ പേഴ്സണിന്റെ നെയിം ഇല്ല, ഡെപ്റ്ററുടെ പേരില്ല. ക്രെഡിറ്റ് സൈഡിലും അയാളുടെ പേരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? ഹോണറിംഗ് ഓഫ് എ ബിൽ should not be treated in account current because എന്താ? ഡെബിറ്റ് സൈഡിലും ഇല്ല, ക്രെഡിറ്റ് സൈഡിലും ഇല്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ബട്ട് അത് ഡിസോണർ ആവുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറയും, അതായത് ആ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ജാനുവരിക്ക് ഇഷ്യൂ ചെയ്ത ചെക്ക് എന്ത് ചെയ്ത് 4th ഫെബ്രുവരിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ഡിസോണർ ആയ ജേർണൽ എൻട്രി ഉണ്ട്. മക്കളെ മനസ്സിലാക്കേണ്ടത്, ഡിസോണർ ആവുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ആ ചെക്ക് ക്യാൻസൽ ചെയ്യും. ചെക്ക് ക്യാൻസൽ ആവുമ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നത്. അസറ്റ് ഇല്ലാണ്ടാവുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. എന്താ ജേർണൽ എൻട്രി ടു ബിൽസ് റിസീവബിൾ. മക്കളെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അയാൾ ബാങ്കിൽ നിന്ന് പൈസ തരോ? ഇല്ല, പൈസ തരൂല. ബാങ്കിൽ നിന്ന് പൈസ തരൂല. പക്ഷേ നമുക്ക് ഓൾറെഡി ഒരാൾ തരാണ്ടെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലേ? അയാളെ എമൗണ്ട് അല്ലേ നമ്മൾ കുറച്ച് കാണിച്ചത്, അയാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, ചില ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ ഒന്നും കൂടി പറയും, വെയിറ്റ് ചെയ്യും. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ, ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, ഡിസോണറിന്റെ ജേർണൽ എൻട്രി എന്താ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാട്ടെ, ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അക്കൗണ്ട് കറന്റിൽ ഡിസോണർ പോസ്റ്റ് ചെയ്യണം. ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അക്കൗണ്ട് കറന്റിൽ പോസ്റ്റ് ചെയ്യണം. ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഹോണർ ആയിക്കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യണ്ട, ഡിസോണർ ആയിക്കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യണം. സർ, ആ ജേർണൽ എൻട്രി ഒന്നും കൂടി നമുക്ക് പറഞ്ഞുതരോ? അല്ലെങ്കിൽ അത് ഒന്നും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞുതരാം, വെയിറ്റ്. ശ്രദ്ധിക്കും, ഒരു ഡെപ്റ്റർ 1 ലക്ഷം തരാനുണ്ട്. ഓക്കെ, 60,000 ബില്ല് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. എത്രയാണ്? 60K. ഇങ്ങനെ ട്രീറ്റ് ചെയ്ത പാടന്നെ നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ ബാലൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ ഒന്നും തരാണ്ട് തന്നെ എത്രയായി? 40,000 കുറഞ്ഞു. 40,000 കുറഞ്ഞു. ഓക്കെ, അടുത്ത ജേർണൽ എൻട്രി
ഡിസോണർ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, ബില്ല് തന്നി ആ ബില്ല് ഹോണർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് പ്രശ്നമില്ല. ഹോണർ ആവാന്ന ക്യാഷ് കിട്ടാന്നോ, അയാള് ക്യാഷ് തരുന്നതിന് പകരം അയാളെ ബാങ്ക് ത്രൂന്ന് പൈസ തരും. ഇനി ഹോണർ ആയിട്ടില്ലെങ്കിൽ ഡിസോണർ ആവുമ്പോൾ എന്റെ ബില്ലില്ലാണ്ടാവും. ബില്ലില്ലാണ്ടായി. പക്ഷെ ബില്ലില്ലാണ്ടാകുമ്പോൾ നമ്മൾ എന്താ ഡെബിറ്റ് ചെയ്യുക? നമ്മൾ പറയണോ നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് 60,000 തന്നാ, ഇല്ല തന്നിട്ടില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യണോ, എനിക്ക് തരണോ, നിങ്ങൾ 40,000 മാത്രം തന്നാൽ പോലെ 60,000 കൂടി തരണോ? അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ ബാലൻസ് 1 lakhലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 60,000 ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ജേർണൽ എൻട്രി ഡിസോണർ എന്ന് പറയുമ്പോൾ എന്താണോ ഇഷ്യൂടെ ജേർണൽ എൻട്രി അതിന്റെ റിവേഴ്സൽ. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ് കൂടും ബിൽസ് റിസീവബിൾ കുറയും. 60,000 rupees. മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1-line സമ്മറി എന്ന് പറയുന്നത് ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, അക്കൗണ്ട് കാർഡിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹോണർ ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ആ ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഡെപ്റ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല, ഓർ ക്രെഡിറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇനി ഡിസോണർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യാൻ മാർക്കരുത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ അത് വരും. അത് വരുന്നോണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത്, വേറൊന്നും കൊണ്ടല്ല. ഓക്കെ ആണോ മക്കളെ? ഓക്കെ, അതായത് നെക്സ്റ്റ് ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. ഇതെല്ലാം ഓരോ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സെയിൽസ് പർച്ചേസ്, സെയിൽസിന്റെ ഡ്യൂ ഡേറ്റ് 1/1/2019, പർച്ചേസിന്റെ ഡ്യൂ ഡേറ്റ് 10/2/2019. വാട്ട് എവർ മേ ബി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് നമുക്കൊരു സെയിൽസ് റിട്ടേൺ ഉണ്ട്, ഓക്കെ, ഒരു പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സെയിൽസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും, പർച്ചേസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പർച്ചേസ് റിട്ടേൺ ഉണ്ടാവുക. കാരണം വാങ്ങിക്കാത്ത സാധനം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, വിൽക്കാത്ത സാധനം തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ അതല്ലേ. ഇനി ഇതിന്റെ ഡ്യൂ ഡേറ്റ് എന്താണെന്നാ പറയുന്നത്. അതായത് നമ്മളോട് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, അതായത് ഒരു മെയിൻ ഐറ്റം ഉണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻസിഡന്റൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഇൻസിഡന്റൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മെയിൻ ആക്ടിവിറ്റിന്റെ ഡ്യൂ ഡേറ്റ് ആണ് ഇൻസിഡന്റൽ ആക്ടിവിറ്റിന്റെ ഡ്യൂ ഡേറ്റ്. ഇത്രയും. ഓക്കെ, ഒരു മെയിൻ ആക്ടിവിറ്റി ഉണ്ട്, ഓക്കെ, ഒരു ഒറിജിനൽ ട്രാൻസാക്ഷൻ ഉണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ആൻസിലറി അല്ലെങ്കിൽ എന്താണ് റിലേറ്റഡ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒറിജിനൽ ട്രാൻസാക്ഷന്റെ ഡ്യൂ ഡേറ്റ് ആണ് ഈ ആൻസിലറി ഓർ റിലേറ്റഡ് ട്രാൻസാക്ഷൻ. അതായത് സെയിൽസിന്റെ ഡ്യൂ ഡേറ്റ് ആണ് സെയിൽസ് റിട്ടേൺ, പർച്ചേസിന്റെ ഡ്യൂ ഡേറ്റ് ആണ് പർച്ചേസ് റിട്ടേൺ. ദാറ്റ്സ് ഇറ്റ്.